ഇതര മതസ്ഥർക്കെതിരെ കൊച്ചുകുട്ടിയെ കൊണ്ടുപോലും കൊലവിളി മുദ്രാവാക്യം വിളിപ്പിച്ചവരെ കൂടെ കൂട്ടിയാണ് CPM ഈ വരുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായിട്ട് പോകുന്നത്. CPMഉം ഇടതുപക്ഷവും ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അവരുടെ മനസ്സിൽ എന്തൊക്കെയോ ലക്ഷ്യങ്ങളുണ്ട്. അത് നല്ലതല്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. 2022 മെയ് 21 ആലപ്പുഴയിൽ നടന്ന പോപ്പുലർ ഫ്രണ്ട് റാലിയിലാണ് ഹിന്ദുക്കളുടെയും ക്രൈസ്തവരുടെയും കാലന്മാരാണ് തങ്ങളെന്ന് സൂചിപ്പിച്ച് 10 വയസ്സുകാരൻ മുദ്രാവാക്യം വിളിച്ചത്. 100 കണക്കിന് ആളുകൾ ഇത് ഏറ്റുവിളിക്കുകയും ചെയ്തു. മതസ്പർദ്ധ ആളിക്കത്തിക്കുന്നതിന് ബോധപൂർവമായ ഇടപെടലാണ് അന്നുണ്ടായത്. ആദ്യഘട്ടത്തിൽ പോലീസ് കാര്യക്ഷമമായി അന്വേഷണം നടത്താൻ തയ്യാറായില്ല. പക്ഷേ നാനാഭാഗങ്ങളിൽ നിന്നും പ്രതിഷേധമുണ്ടായി. ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടതോടെയാണ് പോലീസ് ഉണർന്ന് പ്രവർത്തിച്ചതും അന്വേഷണം ഊർജിതമാക്കിയതും. ആലപ്പുഴ സ്വദേശിയായ അഭിഭാഷകന്റെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. പ്രതികൾക്കെതിരെ ബാലനീതി നിയമപ്രകാരമുള്ള കുറ്റങ്ങളും ചുമത്തി. 100 കണക്കിന് പോലീസുകാരുടെ സാന്നിധ്യത്തിലായിരുന്നു കുട്ടിയുടെ കൊലവിളി മുദ്രാവാക്യം വിളിയും പ്രവർത്തകർ ഏറ്റുപറഞ്ഞതും നടന്നത്. ഇടത് സർക്കാർ ഭീകരവാദികളോട് തുടരുന്ന മൃദു സമീപനമാണ് പോലീസ് കാഴ്ചക്കാരാകാൻ കാരണമെന്ന വിമർശനവും അന്ന് ശക്തമായി ഉയർന്നിരുന്നു. ഒരാളുടെ തോളിലേറി കുട്ടി മുദ്രാവാക്യം വിളിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടിട്ടും പോലീസ് നടപടിയെടുക്കാൻ ആദ്യം തയ്യാറായില്ല. BJP നേതാവ് അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസനെ കൊലപ്പെടുത്തി മാസങ്ങൾക്കകം ആലപ്പുഴ നഗരത്തിൽ ഇത്തരത്തിലൊരു പരിപാടിക്ക് അനുവാദം കൊടുത്തതിന് രഹസ്യാന്വേഷണ വിഭാഗം ഉൾപ്പെടെ എതിർത്തെങ്കിലും ഭരണതലത്തിൽ അനുമതി ലഭിക്കുകയായിരുന്നു. അരിയും മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്തുവച്ചോളൂ, ഒന്നുകൂടെ മറന്നടാ, കുന്തിരിക്കം വാങ്ങിച്ച് വീട്ടിൽ കാത്തുവച്ചോളൂ, വരുന്നുണ്ട് നിന്റെയൊക്കെ കാലന്മാർ, മര്യാദയ്ക്ക് ജീവിച്ചാൽ നമ്മുടെ നാട്ടിൽ ജീവിക്കാം, മര്യാദയ്ക്ക് ജീവിച്ചോ, മര്യാദയ്ക്ക് ജീവിച്ചില്ലേൽ നമുക്കറിയാം ആസാദി, മര്യാദയ്ക്ക് ജീവിച്ചോ എന്നിങ്ങനെയായിരുന്നു അത്യന്തം പ്രകോപനം സൃഷ്ടിക്കുന്ന മുദ്രാവാക്യം ആ 10 വയസ്സ് ബാലന്റെ വായിൽ നിന്നും ഉണ്ടായത്. നിലവിൽ ആലപ്പുഴ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും കേസിൽ തുടർ നടപടി ഉണ്ടായിട്ടില്ല. കേസിലെ മുഴുവൻ പ്രതികളും ജാമ്യത്തിലിറങ്ങിയിരിക്കുകയാണ്. കുട്ടിയുടെ അച്ഛനാണ് മുദ്രാവാക്യം എഴുതി തയ്യാറാക്കിയതെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. 10 വയസ്സുകാരൻ്റെ ആ വായിൽ നിന്നും ഇത്രയേറെ നികൃഷ്ടമായ അല്ലെങ്കിൽ ക്രൂരമായ ഒരു കൊലയാളിയെ പോലും വെല്ലുന്ന തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ വരുന്നുവെങ്കിൽ ആ 10 വയസ്സ് മാത്രം പ്രായമുള്ള ആ കുഞ്ഞിൻ്റെ ചെവിയിലേക്കും ആ കുഞ്ഞിൻ്റെ തലച്ചോറിലേക്കും എത്രത്തോളം വർഗീയമായ പരാമർശങ്ങളാണ് ഈ SDPI പ്രവർത്തകർ കുത്തി നിറയ്ക്കുന്നതെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. PFI ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് നവാസ് വണ്ടാനമാണ് 1ാം പ്രതി. ജില്ലാ സെക്രട്ടറി മുജീബ് 2ാം പ്രതിയും ഈരാറ്റുപേട്ട നടക്കൽ പാറനാനി അൻസാർ നജീബ് 3ാം പ്രതിയുമായിട്ടാണ് കേസെടുത്തത്. കുട്ടിയെ തോളിലേറ്റിയവരിൽ ഒരാളാണ് അൻസാർ നജീബ്. മുദ്രാവാക്യം വിളിക്കാൻ പഠിപ്പിച്ചത് 2 പേരാണ്. SDPI മണ്ഡലം സെക്രട്ടറി പള്ളിരുത്തി ഞാറക്കാട്ടിൽ സുധീറും പോപ്പുലർ ഫ്രണ്ട് പള്ളിരുത്തി ഡിവിഷൻ പ്രസിഡന്റ് ഷമീർ എന്നിവരാണ് മുദ്രാവാക്യം വിളിക്കാൻ കുട്ടിയെ പഠിപ്പിച്ചത്. ഷമീറിനെ 25ാം പ്രതിയും സുധീറിനെ 26ാം പ്രതിയുമായിട്ടാണ് പോലീസ് കേസെടുത്തത്. ആകെ 35 പ്രതികളാണ് കേസിലുള്ളത്. ഇത്രയേറെ വർഗീയമായ പരാമർശങ്ങൾ നടത്തുന്ന മറ്റു മതസ്ഥരെയൊക്കെ കണ്ടുകഴിഞ്ഞാൽ കൊന്നോണം എന്ന് ഈ കൊച്ചുകുട്ടികളുടെ മനസ്സിലേക്ക് വിഷങ്ങൾ കുത്തി നിറച്ചു വെച്ച ഈ SDPIയുടെ പാർട്ടിയുമായിട്ടാണ് CPM ഈ തെരഞ്ഞെടുപ്പിൽ മത്സരത്തിനിറങ്ങുന്നത്. ഒന്ന് കാര്യമേ ഉള്ളൂ, പിണറായി സർക്കാർ 3ാമതും ഒരിക്കലും അധികാരത്തിൽ വരരുത്. അധികാരത്തിൽ വന്നാൽ ഈ മന്ത്രിസഭയുടെ കടിഞ്ഞാൺ SDPIയുടെ കൈകളിലായിരിക്കും. കേരളത്തിൽ പലതരത്തിലുമുള്ള ഒരു വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ CPMലെ നേതാക്കൾക്ക് നമുക്ക് വീട്ടിലിരുത്താം, അവർക്ക് റെസ്റ്റ് കൊടുക്കാം. അതാണ് നല്ലത്. ഇല്ലെങ്കിൽ കേരളത്തിൻ്റെ ഗതി തന്നെ മാറിപ്പോകും.